തുടരെ ഇത്ര മഴ പെയ്തിട്ടും 3 ദിവസത്തെ അതികഠിനമായ ചൂട് ശരിക്കും തളർത്തുന്നുണ്ടെങ്കിൽ ഇന്നൊരു തണുപ്പൻ വിഭവമാവട്ടെ. അതെ, ഇതൊരു പുഡിങ്ങിൻ്റെ കഥയാണ്. കസ്റ്റാർഡ് പുഡിങ്. ഇതിൻ്റെ ഒറിജിൻ പുരാതന റോമിലാണ്. പിന്നീട് യൂറോപ്പിലും പ്രത്യേകിച്ച് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനപ്രിയമായി. ഇന്ത്യൻ വിഭവമല്ലാത്ത ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നന്നായി വളർത്തി പല പേരങ്ങോട്ടിട്ടു. ആദ്യം തന്നെ 1 ഗ്ലാസ് പാല് ഒരു പാത്രത്തിലൊഴിച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടു. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന സാധാരണ കസ്റ്റാർഡ് പൗഡർ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് നന്നായി അങ്ങോട്ട് തിളപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. തിളച്ച പാലിലേക്ക് മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ചേർത്ത് അങ്ങോട്ട് നന്നായി ഇളക്കി. ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതങ്ങോട്ട് വാങ്ങി വെച്ചു. ഒരു 5 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ മിക്കവാറും അത് ഇളക്കേണ്ടി വരും. എന്നാലും നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരും. 1/2 ലിറ്റർ പാൽ എന്നുള്ളത് ഒരു 1/4 ലിറ്ററായിട്ട് മാറും അത്. ഇനിയിപ്പോൾ ചൂട് മാറിയപ്പോൾ തണുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആൽമണ്ട് വേണമെങ്കിൽ ആൽമണ്ടോ കാഷ്നട്ടോ കൂടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് കൂടി പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീമും കൂടെ ചേർക്കാം. ഞാൻ 2 സ്പൂൺ ഐസ്ക്രീമും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ കസ്റ്റാർഡ് മിക്സിൻ്റെ കൂടെ ഫ്രൂട്ട്സ് മാത്രം അങ്ങോട്ട് ഇളക്കിയാലും സെറ്റാണ്. ഒരു 5 മിനിറ്റ് കൂടി അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ ഒരു അടിപൊളി പുഡിങ് റെഡി. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്.